ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 8 SCERT ടെക്സ്റ്റ് ബുക്കിൽ ബേസിക് സയൻസിൽ വരുന്ന ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് സെൽ ക്ലസ്റ്റേഴ്സ് ആണ്. നമുക്ക് ഈ പാഠഭാഗം നോക്കാം. ഇതിൽ വരുന്നത് സെൽസ്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം തുടങ്ങിയവയാണ്. സെൽ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്, അതായത് സെല്ലിൽ എന്തുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഈച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തുണ്ട്, സെല്ലുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഓരോ പാർട്ടും മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് കൊണ്ടാണെന്നാണ് പറയുന്നത്. ദർ ആർ അബൌട്ട് 200 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഉണ്ട്. അതായത് ഏകദേശം 200-ൽ പരം സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. 200 ടൈപ്പിൽ കൂടുതൽ സെൽസ് എന്തുണ്ട് നമ്മുടെ ബോഡിയിലുണ്ട്. അതായത് നെർവ് സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട് തുടങ്ങിയവയൊക്കെ നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട്. ഇനി അടുത്തത് ടിഷ്യൂസ് എന്താണെന്നാണ് പറയുന്നത്. എന്താ ടിഷ്യൂ പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് സിമിലർ ആയിട്ടുള്ള സെൽസ് ആണ് ദാറ്റ് ഹാവ് എ കോമൺ ആയിട്ടുള്ള ഒറിജിൻ ഉണ്ട് ആൻഡ് പെർഫോം സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് അവരെന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അതായത് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിഷ്യൂ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സെല്ല് എന്ന് പറയുമ്പോൾ അതായത് സിമിലർ ആയിട്ടുള്ള സെൽസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും, ടിഷ്യൂ എന്ന് വിളിച്ചു. ഇവരെന്താ ചെയ്യുന്നത്, അവർ പെർഫോം ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് അവർക്കുള്ളത്. ഓരോ ടിഷ്യൂ അതായത് ഗ്രൂപ്പ് ഓഫ് സെൽ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് അവരെന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ, ലൈക്ക് പ്ലാന്റ്സ്, അനിമൽസ്. നമ്മൾ പ്ലാന്റ്സ്, അനിമൽസിൻ്റെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ദ കോർഡിനേറ്റഡ് ആക്ഷൻ ഓഫ് ദീസ് ടിഷ്യൂ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ പെർഫോമിങ് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എഫക്റ്റീവ്ലി. അതായത് ഈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആക്ഷനാണ് കാണിക്കുന്നത്. അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ എഫക്റ്റീവായി നടക്കുന്നത് ഈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ വഴിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്, സിമിലർ ആയിട്ടുള്ള സെൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും, ടിഷ്യൂ എന്ന് വിളിക്കുന്നു. ഫ്രം എ സിംഗിൾ സെൽ, അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെല്ലാണ്. അതിന് നമ്മൾ എന്താ വിളിക്കുക, സിംഗിൾ സെല്ലിനെ, ഇറ്റ്സ് കോൾഡ് സൈഗോട്ട്. നമ്മൾ എന്ത് വിളിക്കും, സൈഗോട്ട് എന്നാണ് വിളിക്കുന്നത്. സൈഗോട്ടിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്, സൈഗോട്ടാണ്. നമുക്കറിയാം എഗ്ഗും അതുപോലെ സ്പേമും കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ട് എന്താ അണ്ടർഗോ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഷൻസ് ആൻഡ് ദേ ഫോം ദ ഫീച്ചേഴ്സ് കൺസിസ്റ്റിംഗ് ദ സെൽസ് ഓഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പും സൈസും കണ്ടൻറ്റും. സൈഗോട്ടിന് എന്ത് സംഭവിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഷൻ നടന്നിട്ട് അവരെന്ത് ഫോം ചെയ്യുന്നു, ഫീറ്റൽ സെല്ല്. ഈ ഫീറ്റസിലുള്ള സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പായിരിക്കും, സൈസായിരിക്കും, കണ്ടൻ്റ് ആയിരിക്കും. ദെൻ ഈ ഫീറ്റൽ സെൽ എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി അറ്റൈൻ ചെയ്യുന്നു ചേഞ്ചസ് അവരുടെ സ്ട്രക്ചറിലും ഫങ്ഷനിലും ഒക്കെ. നമുക്കറിയാം ഫീറ്റസ് ആണ് എന്ത് ചെയ്യുന്നത്, ബേബി ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്ട്രക്ചറും ഫങ്ഷൻസിലൊക്കെ ഗ്രാജുവലി എന്ത് ചെയ്തു, ഈ ഫീറ്റൽ സെല്ലിന് ചേഞ്ചസ് അറ്റൈൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സെൽ ഡിഫറൻഷിയേഷൻ എന്ന് വിളിച്ചു. അതായത് സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലായിരുന്നു. അവരുടെ ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്തു, ഫീറ്റൽ സെല്ല്. ദേ ആർ പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെല്ലായിരുന്നു. അതിനുശേഷം അതിൽ നിന്നാണ് എന്തൊക്കെ ഫോം ചെയ്യുന്നത്, നെർവ് സെൽസ്, ബോൺ സെൽ, ബ്ലഡ് സെൽ, മസിൽ സെൽസ്. ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഹോൾ പ്രോസസ്സിനെ എന്താ വിളിക്കുക, സെൽ ഡിഫറൻഷിയേഷൻ. ഇനി അടുത്തതാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സ്റ്റെം സെൽസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൽസ് ആണ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽ. എനി കൈൻഡ് ഓഫ് സെല്ലായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സ്റ്റെം സെൽസ് എന്ന് വിളിക്കും. ഈ സ്റ്റെം സെൽ എന്ത് ചെയ്യുന്നു, അണ്ടർഗോ ചെയ്യുന്നു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ കൈൻഡ് ഓഫ് സെൽ. അവർക്ക് ഡിഫറൻഷിയേഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതർ കൈൻഡ് ഓഫ് സെല്ലായിട്ട് അവർ മാറുന്നത്. സ്റ്റെം സെൽസ് ക്യാൻ ഐദർ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ സെൽ,
സെൽ, ഒന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു സെല്ലായിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഡിവിഷൻ വഴി, അല്ലെങ്കിൽ എക്സിസ്റ്റ് ആസ് സച്ച്, അല്ലെങ്കിൽ അവർ സ്റ്റെം സെൽ എന്ത് ചെയ്യുന്നു, സ്റ്റെം സെല്ലായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഡിവിഷൻ വഴി അവർ എന്ത് ചെയ്യുന്നു, മറ്റൊരു സെല്ലായിട്ട് മാറുന്നു. വെൻ ദ സെൽ ഇൻ ദ ടിഷ്യൂ ഗെറ്റ് ഡിസ്ട്രോയിഡ്, നമ്മുടെ ടിഷ്യൂവിൽ എന്തുണ്ട്, സെൽസ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണല്ലോ ടിഷ്യൂ. അപ്പോൾ ടിഷ്യൂയിലുള്ള സെൽ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നു. ന്യൂ സെൽ ഡെവലപ്പ് ഫ്രം ദ സ്റ്റെം സെൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുതിയ സെല്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, സ്റ്റെം സെല്ലിൽ നിന്നാണ് നമുക്ക് പുതിയ സെല്ല്. നമ്മുടെ പഴയ സെല്ല് ഡിസ്ട്രോയ് ചെയ്ത് പോകുന്ന സമയത്ത് പുതിയ സെല്ല് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, സ്റ്റെം സെല്ലിൽ നിന്നുമാണ്. സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ബോൺ മാരോയിലും സ്കിന്നിലും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുമാണ് ആരെ കാണുന്നത്, സ്റ്റെം സെൽസിനെ. ക്യാൻ ഡെവലപ്പ് ദി ഡിസൈർഡ് ടൈപ്പ് ഓഫ് സെൽസ്. സയൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള, ഡിസൈർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ആവശ്യമായിട്ടുള്ള സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ ആർക്ക് കപ്പാസിറ്റി ഉണ്ട്, ഇന്നത്തെ സയൻസിന് കപ്പാസിറ്റി ഉണ്ട്. ഫ്രം സ്റ്റെം സെൽസ് നിന്ന്. എന്തെന്നാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്, സ്റ്റെം സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിസൈർഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് സെൽസിനെ ഇന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സയൻസിൽ, അതായത് റിസർച്ച് സെൻറ്ററിൽ അണ്ടർ സ്പെസിഫിക് ലബോറട്ടറി കണ്ടീഷൻസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റിസർച്ച് സെൻറ്ററിലൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ലബോറട്ടറി കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെം സെൽസിൽ നിന്ന് ഡിസൈർഡ് കൈൻഡ് ഓഫ് ദി സെൽസ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ക്വാളിറ്റീസ് ഉള്ള സെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെം സെല്ലിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് സയൻസിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഇനി ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ റിസർച്ച് ഓഫ് ദ സ്റ്റെം സെൽ ക്യാൻ ബ്രിങ് അബൌട്ട് മിറാക്കുലസ് ചേഞ്ചസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസസ്, അതിനൊക്കെ എന്താണ്, അതിലൊക്കെ ഈ നമ്മൾ സെൽസ് ഡിസ്ട്രോയ് ചെയ്ത് പോകുമ്പോൾ പുതിയ സെൽസിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെം സെൽസിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അത്രയും നല്ലൊരു കാര്യമാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്, ഇന്ന് പുതിയൊരു സെൽസ് ഫോം ചെയ്യാന്നുള്ളത്. And they can also used in the manufacture of artificial organs. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ എവിടെ നിന്നാണ്, സ്റ്റെം സെൽസിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെം സെല്ല് മനസ്സിലായല്ലോ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽ ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽ. ഏതൊരു ടൈപ്പ് സെല്ലിലോട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റെം സെൽ എന്ന് വിളിക്കുന്നത്. അവരെവിടെയാണ് കാണുന്നത്, ബോൺ മാരോയിലും സ്കിന്നിലും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും അവരെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസസ് അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസും പറയാം. ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ബ്ലഡ് ക്യാൻസറിൻ്റെയും ഡയബറ്റീസിൻ്റെയും പാർക്കിൻസൺസ് ഡിസീസിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ബ്ലഡ് വെസൽസ് ഡെവലപ്ഡ് ഫ്രം ദി സ്റ്റെം സെല്ലാണ് ബ്ലഡിൽ. ഇനി നമുക്ക് അനിമൽ ടിഷ്യൂസ് നോക്കാം. നമ്മൾ ടിഷ്യൂ എന്താണെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് അനിമൽ ടിഷ്യൂ നോക്കാം. അനിമൽ ടിഷ്യൂസിൽ വരുന്നത് ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദേ കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. നമ്മൾ ബോഡിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന ആൾക്കാരാണ് ആര്, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ദേ ലൈൻ ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ വാളിൽ ഇവരെ കാണുന്നുണ്ട്. അവിടെ ലൈനിങ് ആയിട്ട് നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കാണാൻ പറ്റും. ആൻഡ് ദേ പെർഫോം ദ ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. അതായത് അവരുടെ എന്തൊക്കെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്രീഷൻസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ അബ്സോർപ്ഷനും ഉണ്ട്. അടുത്ത അനിമൽ ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതാണ് പിക്ചർ. ദേ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതാണ് അവരുടെ ഫങ്ഷൻ. അതേപോലെ തന്നെ എനേബിൾ ചെയ്യുന്നുണ്ട് ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈ ഇൻ ദി ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഉള്ളിലും അതുപോലെ പുറത്തും വരുന്ന ചേഞ്ചസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. അതും ആരുടെ ഫങ്ഷനാണ്, നെർവസ് ടിഷ്യൂസാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു മുള്ളിൽ തൊടും, നമ്മൾ കൈ പിന്നോട്ട് വലിക്കില്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൈ എന്ത് ചെയ്യുന്നു, ചൂടിൽ തൊട്ടു, ഒരു ഹീറ്റായിട്ടുള്ളൊരു സബ്സ്റ്റൻസിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ ഉടനെ പിന്നോട്ട് വലിക്കും. ഇതൊക്കെ ആരാ ചെയ്യുന്നത്, നെർവസ് ടിഷ്യൂ ആണ്. അതായത് ബോഡിയുടെ ഉള്ളിലും പുറത്തുമുള്ള ചേഞ്ചസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി അടുത്തതാണ് മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് ദ സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. അതായത് ഈ സെൽസ് എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, തിരിച്ചു ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരാനും അവർക്ക് പറ്റും. ദേ എനേബിൾ ദി മൂവ്മെൻറ്റ് ഓഫ് ബോഡി. നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ് ആരാണ് എനേബിൾ ചെയ്യുന്നത്, മസ്കുലർ ടിഷ്യൂ. അടുത്തത് കണക്റ്റീവ് ടിഷ്യൂ ആണ്.
either connect different tissues, അതായത് ഡിഫറെൻറ്റ് ടിഷ്യൂസ് കണക്റ്റീവ് ടിഷ്യൂ, അതായത് ടിഷ്യൂസിന് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ട് ആസ് സപ്പോർട്ട് ടു ദം, അല്ലെങ്കിൽ ടിഷ്യൂസിന് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ബോണും കാർട്ടിലേജും ഫൈബ്രസ് ടിഷ്യൂ ബ്ലഡും ആണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. വേരിയസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഇവർ. ഇതിൽ ബോണും കാർട്ടിലേജും എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു സപ്പോർട്ടും അതുപോലെ പ്രൊട്ടക്ഷനും, പിന്നെ നമ്മുടെ ബോഡിക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പൊക്കെ കൊടുക്കുന്നു ബോണും കാർട്ടിലേജും. അടുത്തത് ഫൈബ്രസ് ടിഷ്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലഡ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്ക് ദ ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്. അതായത് നമ്മുടെ ബോഡിയിൽ മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷന് വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ബ്ലഡ്. പിന്നെ അതുപോലെ നമ്മുടെ ബോഡീനെ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നു ഡിസീസിനോട്. ഡിസീസ് റെസിസ്റ്റൻറ്റിന് ആര് ഹെൽപ്പ് ചെയ്യുന്നു, ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആസ് ദ നെയിം സജസ്റ്റ്, ദ കണക്റ്റീവ് ടിഷ്യൂ ബൈൻഡ് അതർ ടിഷ്യൂ ടുഗദേഴ്സ്, അതായത് അതർ ടിഷ്യൂസ് ടുഗദർ. അതായത് പേര് പോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടെൻഡൻ ദാറ്റ് കണക്ട് മസിൽ ടു ദി ബോൺസ്, മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടെൻഡൻ്റെ. ദെൻ ലിഗമെൻസ് ആണെങ്കിൽ അവർ കണക്ട് ചെയ്യുന്നത് രണ്ട് ബോൺസിനെ ടുഗദർ കണക്ട് ചെയ്യുന്നു, ആര്, ലിഗമെൻസ്. ഇനി അതേപോലെ തന്നെ ഫൈബ്രസ് ടിഷ്യൂ ആണെങ്കിൽ അവർ ഹോൾഡ് ചെയ്യുന്നു ഐയും അതുപോലെ കിഡ്നിയും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ. ഇതൊക്കെ കണക്റ്റീവ് ടിഷ്യൂവിന് എന്താണ്, എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ടെൻഡൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു മസിൽസിനെ ബോണുമായിട്ട്. ലിഗമെൻസ് ആണെങ്കിൽ കണക്ട് ചെയ്യുന്നു രണ്ട് ബോൺസിനെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. ഫൈബ്രസ് ടിഷ്യൂ ആണെങ്കിൽ ഹോൾഡ് ചെയ്യുന്നു ഐസ് ആൻഡ് കിഡ്നീസ് ഇൻ ദ പ്രോപ്പർ പ്ലേസ്. ഇനി ബോൺ ആൻഡ് കാർട്ടിലേജ് ദാറ്റ് ആർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അവർ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ സപ്പോർട്ടും സ്ട്രെങ്ത്തും കൊടുക്കുന്നു നമ്മുടെ ബോഡിക്ക്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കാണുന്നു. ആര്, ബോണും കാർട്ടിലേജും ഇൻറ്റേർണൽ ഓർഗൻസിനെ കവർ ചെയ്യുന്നു, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇനി ബ്ലഡ് ഉണ്ട്, അതുപോലെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്. ദേ ഓൾസോ ബിലോങ് ടു ദി ഗ്രൂപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡും ഫ്ലൂയിഡ് ടിഷ്യൂസൊക്കെ. ഇനി ഇതിൽ വരുന്നത് ബ്ലഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു റെസ്പിറേറ്ററി ആയിട്ടുള്ള ഗ്യാസസിനെ അതുപോലെ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷൻ, അതായത് റെസ്പിറേറ്ററി ഗ്യാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ കൂടെ അവർ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ഡിസീസിനോട് റെസിസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു നമ്മുടെ ബോഡിയെ. ഇനി കണക്റ്റീവ് ടിഷ്യൂ ആർ ദ മോസ്റ്റ് ഡൈവേഴ്സ് ആൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഇൻ അവർ ബോഡി. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡൈവേഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് നമ്പർ എന്ത് കാണുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂസ് കാണുന്നുമുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പ്ലാന്റ്സിലെ ഗ്രോത്ത് ഈസ് മെയിൻലി സെൻറ്റേർഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട്സ് ആണ്. ഓക്കെ, പ്ലാന്റിൽ എങ്ങനെയാണ് ഒരു പ്ലാന്റ് എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗ്രോത്ത് മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ ടിപ്പിലാണ്. സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെയൊക്കെ അറ്റത്ത് ആ ടിപ്പിലാണ് എന്ത്, പ്ലാന്റിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. ഇതാ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടില്ലേ, ഇവിടെയൊക്കെ ടിപ്പാണ്. ഇതിപ്പോൾ ഒരു സ്റ്റെമ്മ് റൂട്ടിൻ്റെ ടിപ്പാണെങ്കിൽ ആ ടിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഷൻ നടന്നിട്ട് പ്ലാന്റിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. അതുകൊണ്ട് പ്ലാന്റ്സ് പെട്ടെന്ന് വലുതായി പോകുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ കേസിൽ അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ഗ്രോത്ത് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി സ്പെസിഫിക് ഏരിയ. അങ്ങനെ ഒരു സ്പെസിഫിക് ഏരിയയിലൊന്നല്ല ഗ്രോത്ത് നടക്കുന്നത്. അതായത് സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ടിപ്പിൽ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു സ്പെസിഫിക് ഏരിയ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇനി എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് നോക്കാം. മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെൽസ് ആർ ദ സ്പെസിഫിക് സെൽ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ എന്താ ഉണ്ടാവുക, മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെല്ലല്ലേ ഉണ്ടാവുക. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽ എന്താ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലാണ്. അവർ കാണുന്നത് എവിടെയാണ്, സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ ടിപ്പിലാണ് കാണുന്നത് പ്ലാന്റ്സിൽ. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ടിപ്പിലാണ് ഗ്രോത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു. ആ ഗ്രോത്ത് നടക്കുന്ന ആ ഏരിയ ആണ് എന്ത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഇതാണ് ഇപ്പോൾ ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നുണ്ടെങ്കിൽ അതിലെന്താ ഉണ്ടാവുക, മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെൽസാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ത് ചെയ്യുന്നു, ദേ അണ്ടർഗോ റാപ്പിഡ് ആയിട്ടുള്ള ഡിവിഷൻ ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദി സ്റ്റെം സെൽസിൻ്റെയും സ്റ്റെമ്മിൻ്റെ അതുപോലെ തന്നെ റൂട്ടിൻ്റെ ഒക്കെ ടിപ്പിലായിട്ട് കാണുന്നതാണ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറയുന്നത്. ഈ മെരിസ്റ്റമാറ്റിക് സെൽ എന്ത് ചെയ്യുന്നു, റാപ്പിഡ് ആയിട്ടുള്ള ഡിവിഷൻ നടന്നിട്ട് അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിൻ്റെ ഒക്കെ ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ക്ലിയർ ആയില്ലേ.
ഇനി അടുത്തത് ഇതാണ് ഇപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിലുള്ള ഒരു മെരിസ്റ്റമാറ്റിക് സെല്ല്. ഇതെന്താ ഒരു മെച്യൂർ ആയിട്ടുള്ള സെല്ലാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ രണ്ടിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ലാർജ് ന്യൂക്ലിയസ് ആണ് കാണുന്നത്. പക്ഷെ മെച്യൂർ ആയിട്ടുള്ള ഒരു സെല്ലിലാണെങ്കിൽ എന്താ സ്മോൾ ന്യൂക്ലിയസ് ആണ് കാണുക. അതുപോലെ തന്നെ മെരിസ്റ്റമാറ്റിക് സെല്ലിലാണെങ്കിൽ ഒരു തിന്നായിട്ടുള്ള സെൽ വോൾ ആയിരിക്കും, വളരെ തിന്നായിരിക്കും. പക്ഷേ മെച്യൂർ സെല്ലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തിക്കാണ് വോള്, തിന്നുണ്ട് തിക്കുണ്ട്. പക്ഷെ മെയിൻലി എന്താ തിക്കായിട്ടുള്ള സെൽ വോളാണ് കാണുക. ഇനി അതുപോലെ തന്നെ ഇവിടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് മോർ സൈറ്റോപ്ലാസമാണ്. പക്ഷേ ഇവിടുത്തെ കേസ് എടുത്താൽ ലെസ് സൈറ്റോപ്ലാസം ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി അതുപോലെ ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, പക്ഷേ ദേ ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ് മെച്യൂർ സെല്ലിൻ്റെ കേസിൽ. പിന്നെ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതുപോലെ അവരുടെ ഷേപ്പ് എന്താ ഐസോ ഡയമെട്രിക് ഷേപ്പിലാണ് കാണുന്നത്. ഇവിടെ ലാർജ് സൈസ് ആയിരിക്കും വിത്ത് വേരിയിങ് ഷേപ്പാണ്. ഷേപ്പ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വേരിയിങ് ഷേപ്പാണ്, സൈസ് ലാർജും ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ്. ഓക്കെ, നമ്മളിപ്പോൾ അനിമൽ ടിഷ്യൂ നേരത്തെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച അനിമൽ ടിഷ്യൂസ്? എപ്പിത്തീലിയൽ ടിഷ്യൂ പഠിച്ചു, നെർവസ് ടിഷ്യൂ പഠിച്ചു, മസ്കുലർ ടിഷ്യൂ പഠിച്ചു, ദെൻ കണക്റ്റീവ് ടിഷ്യൂ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഈ മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെൽ എന്താന്ന് നോക്കിയില്ലേ നമ്മൾ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താന്ന് നോക്കി, അതിന് മെരിസ്റ്റമാറ്റിക് സെൽ എന്താ നോക്കി. ആ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. അനിമൽ ടിഷ്യൂ പഠിച്ചു, അടുത്തത് പ്ലാന്റ് ടിഷ്യൂ ആണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് പ്ലാന്റ് ടിഷ്യൂസ്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലം ആൻഡ് ഫ്ലോയം. ഇത്രയാണ് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയാം. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പാരൻ കൈമ. അപ്പോൾ ആ പിക്ചർ നോക്കൂ കേട്ടോ. ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് സെൽസ് ആണ് വിത്ത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. എന്താ ടിഷ്യൂവിൽ എന്താ സെൽസ് ആണുള്ളത്, പക്ഷെ അവർക്ക് എന്താ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക പാരൻ കൈമയിൽ. ആൻഡ് ദേ ആർ സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദി പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ സോഫ്റ്റ് പാർട്ടിലാണ് നമുക്ക് പാരൻ കൈമ ടിഷ്യൂ കാണാൻ പറ്റുന്നത്. ദേ ഹെൽപ്പ് ഇൻ ദ ഫോട്ടോസിന്തസിസിലും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതാണ് കോളൻ കൈമ. ദേ ആർ കമ്പോസ്ഡ് ഓഫ് ദ സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണർ ഓഫ് ദ സെൽ വാള്. അതായത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻ കൈമ ടിഷ്യൂവിലുള്ള ഓരോ സെൽസിനെയാണ് കാണിച്ചിട്ടുള്ളത്. സെൽസ് കൂടുമ്പോഴല്ലേ ടിഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോർണറിൽ മാത്രം തിക്നെസ് ആയിട്ട് കാണും. സെൽ വാളിൻ്റെ കോർണറിൽ എന്തായിരിക്കും തിക്നെസ് ഉണ്ടാവും. ഇവിടെ തിക്നെസ് തന്നെ ഉണ്ടായിട്ടില്ല. ഇത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പക്ഷേ ഇവിടെ സെൽ വാളിൽ എന്താ അതിൻ്റെ കോർണറിൽ മാത്രം തിക്കായിട്ട് കാണും. ദേ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാന്റ് പാർട്സിന് എന്ത് ചെയ്യുന്നു? സപ്പോർട്ടും ഫ്ലെക്സിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതാണ് സ്ക്ലീറൻ കൈമ. They are composed of the cells that are uniformly thick all over the cell wall. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോർണറിൽ മാത്രമായിരുന്നു തിക്നെസ് ഉണ്ടായിരുന്നത് സെൽ വാളിന്. സെൽ വാൾ ഉണ്ടല്ലോ. ഓക്കെ, പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്. അപ്പോൾ അനിമൽ സെല്ലിന് എന്തില്ല? സെൽ വാൾ ഇല്ല. ഓർക്കുക. ഇനി ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ പ്രത്യേകത സെൽ വാള് അതിൻ്റെ ഹോൾ ഏരിയ, അതായത് ഫുള്ളായിട്ട് എന്താ തിക്കായിട്ടാണ് കാണാം. സെൽ വാളിൻ്റെ ഫുൾ ഏരിയയിലും തിക്നെസ്സാണ്, അല്ലാതെ കോർണറിൽ മാത്രമല്ല. ആൻഡ് ദേ പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാന്റ് പാർട്സ്. അവരെന്ത് ചെയ്യുന്നു? സ്ട്രെങ്ത്തും സപ്പോർട്ടും ഒക്കെ പ്ലാന്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ നമ്മളൊരു സ്റ്റെമ്മില്ലേ, സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണും. ഇത് കോളൻ കൈമയാണ്. ഇതിൻ്റെ വാളിൽ സെൽ വാളിലാണ് തിക്നെസ് വരുന്നത്. പിന്നെ പാരൻ കൈമ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഹോൾ ഏരിയ സെൽ വാൾ ഫുള്ളി എന്തായിരിക്കും? തിക്കായിരിക്കും. ദെൻ അടുത്തതാണ് ഫ്ലോയം ആൻഡ് സൈലം. നമ്മൾ 5 എണ്ണല്ലേ പഠിച്ചത് പ്ലാന്റ് ടിഷ്യൂവിൽ. അതിൽ 3 പേരെ ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് ഫ്ലോയം ആൻഡ് സൈലം. നോക്കാം എന്താണ് വാസ്കുലർ ടിഷ്യൂസ്. വാസ്കുലർ ടിഷ്യൂസിലാണ് എന്ത് വരുന്നത്? സൈലവും ഫ്ലോയവും വരുന്നത് കേട്ടോ. ദ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ലീഫ്. അതായത് നമ്മളൊരു പ്ലാന്റിൽ റൂട്ട് എന്ത് ചെയ്യുന്നു? വാട്ടറിന് മിനറൽസിനൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുമല്ലോ സോയിൽ നിന്ന്. അതെന്ത് ചെയ്യണം? ലീഫിലോട്ട് എത്തണം. കാരണം ലീഫിലാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് ആ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ അതെന്ത് ചെയ്യണം? ലീഫിലോട്ട് എത്തണം. അപ്പോൾ ആ ലീഫിലോട്ട് ഈ റൂട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്ന വാട്ടർ ന്യൂട്രിയൻസ് ഇതിനെ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? സൈലത്തിൻ്റെ ഫങ്ഷൻ. കണ്ടോ സൈലത്തിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ എങ്ങോട്ടാ? അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. കണ്ടില്ലേ, മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. റൂട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്ന വാട്ടർ ന്യൂട്രിയൻസിന് എന്ത് ചെയ്യുന്നു? ലീഫിലോട്ട് എത്തിക്കുന്നു ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ സൈലത്തിൻ്റെ ഫങ്ഷൻ ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്, അല്ലേ? അതായത് ഇപ്പോൾ ഫുഡ് എന്ത് ചെയ്തു, ലീഫിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നുണ്ട്, പക്ഷെ ആ ഫുഡിന് എന്ത് ചെയ്യണം, ലീഫിൽ നിന്ന് ആ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലോട്ട് എത്തിക്കണ്ടേ? അതാണ് ആരുടെ ഫങ്ഷൻ? ഫ്ലോയത്തിൻ്റെ. അപ്പോൾ ഫ്ലോയത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് മൂവ്മെൻറ്റാണ്, താഴോട്ടാണ്. സൈലം മുകളിലോട്ടും ഫ്ലോയം താഴോട്ടും. സൈലം എന്ത് ചെയ്യുന്നു, വാട്ടർ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ട് എത്തിക്കുന്നു? ലീഫിലോട്ട്. ആ ലീഫ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റിലോട്ട് ആരെത്തിക്കുന്നു? ഫ്ലോയം എത്തിക്കുന്നു. ഓക്കെ, ഇനി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് ഫോംഡ് ഫ്രം പെക്യുലർ സെൽസ്. ടു ഡു ദിസ് ആർ കോൾഡ് വാസ്കുലർ ടിഷ്യൂ. ഇത് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വാസ്കുലർ ടിഷ്യൂ. ഓക്കെ, ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂ ബിക്കോസ് ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ്. അതെന്താ, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ വാസ്കുലർ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. കാരണം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആണ് അവരിലുള്ളത്. ദേ ആർ കോംപ്ലക്സ് ടിഷ്യൂ. ദ ടു ടൈപ്പ് ഓഫ് ദ കോംപ്ലക്സ് ടിഷ്യൂ അല്ലെങ്കിൽ ടു ടൈപ്പ് ഓഫ് ദി വാസ്കുലർ ടിഷ്യൂ ആണ് ആര് കാണുന്നത് നമ്മുടെ പ്ലാന്റ്സിൽ. അവരാണ് ആര്? സൈലം ആൻഡ് ഫ്ലോയം. ഓക്കെ, അപ്പോൾ വാസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. കാരണം അവർ ഫോം ചെയ്തിട്ടുള്ളത് ഫ്രം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ് ആണ്. ആ രണ്ട് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂ അതാണ് എന്ത്? സൈലം, ഫ്ലോയം. സൈലവും ഫ്ലോയും കൂടി ചേർന്നതാണ് ആര്? വാസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. സൈലം എന്ന് പറഞ്ഞാൽ ട്യൂബ്സ് ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെല്ല്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ട്യൂബ്സ് ആണ് എന്ത്? സൈലം ട്യൂബ് എന്ന് പറയുന്നത്. ദേ ട്രാൻസ്പോർട്ട് വാട്ടർ മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദി ലീഫ്. അവരെന്ത് ചെയ്യുന്നു? വാട്ടറും മിനറൽസും അബ്സോർബ്ഡ് ബൈ ദ റൂട്ടിനെ എങ്ങോട്ട് എത്തിക്കുന്നു? ലീഫിലോട്ട് എത്തിക്കുന്നു. ആൻഡ് ദേ ഹാസ് തിക്കായിട്ടുള്ള സെൽ വാൾ ആണ് ഉള്ളത്. ആൻഡ് ദെയർഫോർ പ്രൊവൈഡ് സപ്പോർട്ടും സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യുന്നു പ്ലാന്റിന്. അടുത്തതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ദേ ആർ കമ്പോസ്ഡ് ഓഫ് ട്യൂബുലർ ഇൻ്റർ കണക്റ്റഡ് സെല്ലാണ്. ഇവിടെ ട്യൂബുലർ ഇൻ്റർ കണക്റ്റഡ് സെല്ല് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ കണ്ടോ ഒരു ഇൻ്റർ കണക്ഷൻ കാണാണ്ട് ഒരു അതാണ് പറയുന്നത്. ട്യൂബുലർ ഇൻ്റർ കണക്റ്റഡ് സെല്ല് കൊണ്ടാണ് എന്തിനെ ഫോം ചെയ്തിട്ടുള്ളത്? ഫ്ലോയത്തിനെ ഫോം ചെയ്തിട്ടുള്ളത്. അവരെന്താ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീഫ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. അതായത് ലീഫിൽ സിന്തസൈസ് ചെയ്തിട്ടുള്ള ആ ഫുഡിനെ നമ്മുടെ പ്ലാന്റിൻ്റെ വേരിയസ് ആയിട്ടുള്ള പാർട്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഫ്ലോയത്തിൻ്റെ. അപ്പോൾ ഈ സൈലവും ഫ്ലോയും കൂടി ചേർന്നാണ് എന്ത്? വാസ്കുലർ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് വാസ്കുലർ ടിഷ്യൂ എന്താ? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ഇപ്പോൾ നമ്മുടെ ഏത് കംപ്ലീറ്റ് ചെയ്തു? പ്ലാന്റ് ടിഷ്യൂ കംപ്ലീറ്റ് ചെയ്തു. പ്ലാന്റ് ടിഷ്യൂവിൽ നമ്മൾ പഠിച്ചത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ദെൻ വാസ്കുലർ ടിഷ്യൂ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന് അപ്വാർഡ് മൂവ്മെൻറ്റും ഫ്ലോയത്തിന് എന്താ? ഡൗൺവാർഡ് മൂവ്മെൻറ്റും ആണ് ഉണ്ടായിരിക്കുക. ഇനി ഈ സെൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഓർഗൻസ്. ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക? അവസാനം ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. നമ്മുടെ ബോഡിയിലൊക്കെ ഓർഗൻ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ഓർഗാനിസം സർവൈവ് ചെയ്യുന്നത് ഓൺലി വെൻ ദീസ് ഓർഗൻ സിസ്റ്റം വർക്ക് ഇൻ എ കോർഡിനേറ്റഡ് വേ. അതായത് ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് സർവൈവ് ചെയ്യുന്നത് എപ്പോഴാണോ ഈ ഒരു ഓർഗൻ സിസ്റ്റം അതായത് കോർഡിനേറ്റഡ് വേയിൽ അതായത് പ്രോപ്പറായിട്ട് ഓർഗൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോ ഓർഗാനിസം എന്ത് ചെയ്യുന്നത്? നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് പോകുന്നത്. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഓർഗൻസ് ആയിട്ട് ഇപ്പോൾ ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഓർഗൻ സിസ്റ്റം ഏതായിരിക്കും? സർക്കുലേറ്ററി സിസ്റ്റം. അതേപോലെ നോസ്, ട്രക്കിയ, ലങ്സ് ആയിരിക്കുമ്പോൾ ഓർഗൻ സിസ്റ്റം ആയിട്ടുള്ളത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. കിഡ്നി, യൂറിറ്റർ, യൂറിനറി, ബ്ലാഡറിൽ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത് യൂറിനറി സിസ്റ്റം. ദെൻ ബ്രെയിനും നെർവൊക്കെ ചേർന്നിട്ടുണ്ടാവുന്ന ഓർഗൻ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഓർഗൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോ ഓർഗാനിസം എന്ത് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് സർവൈവ് ചെയ്ത് പോകുന്നത് ലൈഫിൽ. ഓക്കെ, ഇത്രയാണ് ചാപ്റ്റർ 2-ലുള്ളത് നമുക്ക്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.